അയ്യോ. അങ്ങനെ സെക്കൻഡ് സെമ്മിൻ്റെ അസൈൻമെൻറ്റ് സെറ്റ് ഫുൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. 4 സബ്ജക്റ്റാണ്. 4 സബ്ജക്റ്റായിട്ട് 8 അസൈൻമെൻ്റ് ആണ്. 4 ഡിസ്ക്രിപ്റ്റീവ്, 4 അനലിറ്റിക്. അപ്പം ഇന്നത്തോടെ അതെല്ലാം എഴുതി കഴിഞ്ഞ് ഇനി അസൈൻമെൻ്റ് എല്ലാം സെറ്റാക്കി നമ്മൾ ഓൺലൈനായിട്ട് അത് സബ്മിറ്റ് ചെയ്യണം. കഴിഞ്ഞ ഫസ്റ്റ് സെമ്മിൽ ചെയ്ത പോലെ തന്നെ ഇപ്രാവശ്യം ചെയ്യണം. എല്ലാം എഴുതി കഴിഞ്ഞ് ഇപ്രാവശ്യം സെക്കൻഡ് സെമ്മിന് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ ക്രിമിനോളജിയുടെ ടെസ്റ്റ് കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഇപ്പം അത് കിട്ടി. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഡേറ്റ് സബ്മിറ്റ് ചെയ്യാൻ വരുമായിരിക്കണം. അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടുണ്ട് ആർഷ. അവൾക്ക് ലീവ് കിട്ടുന്നതിൻ്റെ അന്ന് അവൾക്ക് ലാപ്ടോപ്പ് ഉണ്ട്. ഫോണിൽ PDF ആയിട്ട് എടുത്തതിന് ശേഷം അവൾ ലാപ്ടോപ്പ് വഴി സബ്മിറ്റ് ചെയ്ത് തരും. അങ്ങനെ ഈ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഓട്ടയിടാൻ വേണ്ടിയിട്ട് അടിച്ചു കൊടുക്കണം. കണ്ട ഞാൻ എല്ലാം എഴുതി. ഇത് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയ ടെസ്റ്റാണ് ക്രിമിനോളജിയുടെ. ഞാൻ ക്രിമിനോളജിയാണ് ചൂസ് ചെയ്തത്. ഇങ്ങനെയാണ് ഇരിക്കണം. ഫസ്റ്റ് 2 സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4 അങ്ങനെ. ഇത് പ്രാവശ്യവും അസൈൻമെൻറ്റിന് 30 മാർക്ക് തന്നെയാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി. ഇനി ബുക്കൊക്കെ എടുത്ത് മാറ്റണം. കഴിഞ്ഞ വട്ടം അസൈൻമെൻറ്റിൻ്റെ പേപ്പർ ബാക്കി വന്നില്ല. ഇപ്രാവശ്യം നിറയെ ബാക്കി വന്നു. അങ്ങനെയൊക്കെ ഞാൻ അടുക്കി പറക്കട്ടെ. ഇവിടെ ഫുള്ള് സെറ്റ്, ഇവിടെ ഫുള്ള് സെറ്റ്. ഇന്ന് അസൈൻമെൻ്റ് ഒക്കെ എഴുതാൻ നല്ല മൈൻഡായിരുന്നു. അതുകൊണ്ട് അസൈൻമെൻ്റ് ഒക്കെ എഴുതി തീർത്ത് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.